AM കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏത്തക്കായും ചിക്കനും കറി വെച്ചത് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്. ഞാനിതിനു മുമ്പ് കുമ്പളങ്ങയും ചിക്കനും കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏത്തക്കായ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു, തക്കാളി അരിഞ്ഞെടുത്തു, വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തു. ഇപ്പോൾ വിറകടുപ്പിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പുതിയ ഉരുളിയാണ് കേട്ടോ. പുതിയത് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലതും അതിലാണ് ഉണ്ടാക്കുക. എല്ലാവരും എങ്ങനെയാണോ എന്ന് അറിയില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഉരുളിയൊക്കെ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇനിയിപ്പോൾ ഇതൊന്ന് പൊട്ടിയതിന് ശേഷം ഞാനിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്തു. അപ്പോൾ വിറകിൻ്റെ ചൂടും അടുപ്പിൻ്റെ ചൂടും എല്ലാം കൂടി ആയിട്ട് പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടുന്നുണ്ട്. അടുപ്പിൻ്റെ ചൂട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇരുമ്പടുപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. അപ്പോൾ വളരെ പെട്ടെന്നെല്ലാം ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് തക്കാളിയും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരകല്ലിലിട്ട് അമ്മിയിലിട്ടിട്ടാണ് ചതച്ചെടുത്തത്. അതുകൊണ്ടാണ് അത് അത്ര പേസ്റ്റ് ആവാതെ കിട്ടണം, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ അത് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, ഗരം മസാല ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനു വേണ്ടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. ഈ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കനും നേന്ത്രക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുകേനെ കൊണ്ട് ക്യാമറയൊക്കെ കുറച്ചൊരു മങ്ങലുള്ള പോലെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കഴുകിയൊക്കെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കുക. അതുപോലെ ആ കൂട്ടത്തിൽ തന്നെ നേന്ത്രക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ടിനും ഒരേ വേവാണ്, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ നേന്ത്രക്കായ നമ്മൾ തൊലി ചെത്തി കളഞ്ഞിട്ടല്ല, തൊലിയെല്ലാം കളഞ്ഞെടുത്ത് അതിൻ്റെ ആ ഉള്ളിലത്തെ കാമ്പ് മാത്രമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചിക്കൻ എല്ലാം മസാലയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കട്ടെ. അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചെടുക്കുക. പിന്നെ ഈ ഇൻഡാലിയത്തിൻ്റെ ചട്ടി നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പിൻ്റെ അടുപ്പൊക്കെ ആവുകൊണ്ട് തീ കുറച്ച് വെച്ചാലും ഇത് ആ ഒരു ചൂടിൽ നന്നായിട്ട് വേഗം വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ നന്നായിട്ട് മസാലയിൽ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് അടുപ്പ് മാറ്റി നോക്കുമ്പോൾ നന്നായി തന്നെ തിളച്ച് മറിയുന്നുണ്ട് കറിയൊക്കെ, അടുപ്പിൻ്റെയൊക്കെ ചൂടുകൊണ്ട്. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെന്തിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടേ ഉള്ളൂ. പുക കാരണേ കണ്ണൊക്കെ ഇങ്ങനെ നീറുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവുക അതൊക്കെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തീയും കത്തുന്നുണ്ട്, നല്ല ചൂടും ഉണ്ട്, നല്ല പുകയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെക്കാം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇളക്കുകയും അടച്ച് വെക്കുകയും തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കറിയും റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ കറിയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇതെന്തോ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു തോന്നുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങളത് ചേർത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചു. തുറന്ന് നോക്കി. അതുപോലെ തന്നെ ഞാൻ കുറച്ചൊരു സ്മെല്ല് കുറവുള്ള പോലെ തോന്നിയപ്പോൾ കുറച്ചും കൂടി ഗരം മസാല പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതെല്ലാ വീഡിയോയിലും ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്.
അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അതാ വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കറിയിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചേർക്കാനൊന്നുമില്ല. നന്നായിട്ട് കറിയൊക്കെ വെന്ത് വറ്റി ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ ഈ ഏത്തക്കായ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ കറിക്കൊരു കൊഴുപ്പൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരുവത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്നൊക്കെ ഒന്ന് ഇറക്കി മാറ്റി വയ്ക്കാം. അതിന് മുമ്പ് ഞാൻ കുറച്ചധികം മല്ലിയില അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒന്നാമത് അതാണ്. പിന്നെ ഇനി ഇതെടുത്ത് വെക്കേണ്ടെന്ന് കരുതിയിട്ടുമാണ് എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തത്. അപ്പോൾ ആവശ്യമുള്ളവർ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ഏത്തക്കായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.